പണ്ട് ഞാനിങ്ങനെ വിചാരിക്കലുണ്ടായിരുന്നു, ഇങ്ങനെ ഐസിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകുന്ന നേരം ജസ്റ്റ് ഒന്നും ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇതെങ്ങനെ മഴയാകുന്നതെന്ന് ഒരു പിടുത്തമില്ല എപ്പോഴും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാനാട്ടോ പോകുന്നത്. ഇങ്ങനെയാണെങ്കിലേ നമുക്ക് സുഖമായിട്ട് പോവാം, നല്ലോണം വീഡിയോ എടുക്കുക, കുറച്ച് പാടൊക്കെ ഉണ്ടാക്കി പോവാം. അല്ലാണ്ട് ഇപ്പോൾ മറ്റേലാണെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ കൂടെ അങ്ങനെ തിങ്ങി അങ്ങനെ നടക്കേണ്ടി വരും. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. അതായത് ഒറ്റയ്ക്കൊരു വട്ടം എനിക്ക് റോഡ് സൈഡിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്നു. കാര്യം വീട്ടുകാരുണ്ട്, അതുപോലെ ആരോടും തെറ്റിയൊന്നുമല്ല, പക്ഷേ എനിക്കൊരു വട്ടം അങ്ങനത്തെ ഒരവസ്ഥ വന്നു. അപ്പോൾ അത് ഞാൻ തന്നെ വരുത്തി വെച്ചാണ്. അതിന് ശേഷം എനിക്ക് നല്ല ധൈര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈസ് അങ്ങനെ നിലമ്പൂർ എത്തിയിട്ടോ, ഞാൻ നല്ലോണം ഒന്ന് കിടന്നുറങ്ങി. അതിൻ്റെ ഒരു പക്ഷേ ചില ആളുകൾക്ക് ഇത് നല്ല വൈബായിരിക്കും, ഈ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നതൊക്കെ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർ കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നല്ല അടിപൊളി വൈബായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ അടിപൊളി വൈബാണ്, കുഴപ്പമൊന്നുമില്ല. അതായത് ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരൂ. കാര്യം എനിക്ക് ഇത് ഫസ്റ്റ് ഡേ മാത്രമേ ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ. കാര്യം എനിക്കത് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാ അറിയോ, ഈ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോട്ടൽ എടുക്കാതെ, ഡോർമെറ്ററി എടുക്കാതെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ക്യാഷും കൂടെ ലാഭിക്കാമല്ലോ. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്യാഷ് ലാഭിക്കാൻ പറ്റും. ആ ഒരു ക്യാഷ് നമ്മൾ കൂട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്യാഷ് കൊണ്ട് അടുത്ത രാജ്യത്ത് പോകാനും പറ്റും. അങ്ങനെയുള്ള കുറേ ചിന്തകൾ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വന്ന മെയിൻ പേടി എന്തായിരുന്നു എന്നറിയോ, നമ്മളിപ്പോൾ കിടന്നുറങ്ങുന്ന നേരം ആരെങ്കിലും നമ്മൾ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോവുമോ. രണ്ടാമത്തെ കാര്യം, രാവിലെ എണീച്ചാൽ ബാത്റൂമിൽ നമ്മളവിടെ പോകും. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കേസ്, നമ്മളിപ്പോൾ എന്താ പറയുക, താമസിക്കുന്ന നേരം മെയിനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി. അതൊരു ബോയ്സാണ് സേഫ് ആണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബോയ്സിന് ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സീൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. അതായത് ഒറ്റയ്ക്കൊരു വട്ടം എനിക്ക് റോഡ് സൈഡിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്നു. കാര്യം വീട്ടുകാരുണ്ട്, അതുപോലെ ആരോടും തെറ്റിയൊന്നുമല്ല, പക്ഷേ എനിക്കൊരു വട്ടം അങ്ങനത്തെ ഒരവസ്ഥ വന്നു. അപ്പോൾ അത് ഞാൻ തന്നെ വരുത്തി വെച്ചാണ്. അതിന് ശേഷം എനിക്ക് നല്ല ധൈര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ കോഴിക്കോട് ഒരാളെ കാണാൻ പോയി. അപ്പോൾ മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വരും, വൈകുന്നേരം വരെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ മൂപ്പരെ കാണാൻ പോയി. എൻ്റെ ഒരു ഫ്രണ്ടാട്ടോ, പക്ഷേ മൂപ്പരെ എല്ലാ ആവശ്യത്തിനും ഞാൻ പോലുണ്ട്. അപ്പോൾ നമുക്ക് പല ആൾക്കാർക്കും ചിലപ്പോൾ ഇത് നമ്മളെ കൊണ്ട് എല്ലാ ആവശ്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് വിളിക്കുക എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വൈകുന്നേരം വരും എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് അന്നപ്പോൾ റെസ്പോണ്ട് ചെയ്തില്ല കേട്ടോ. ഞാൻ പിന്നെ ഡയറക്റ്റ് കോഴിക്കോട്ടേക്ക് പോയി. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട്ടേക്ക്. ഞാൻ അങ്ങനെ കോഴിക്കോട് എത്തി, വിളിച്ചു നോക്കി. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിക്ക് അവിടെ എത്തുമ്പോൾ ഞാൻ വിളിച്ചു നോക്കി. അപ്പോൾ മൂപ്പര് ഫോൺ എടുത്തില്ല. ഒരു 5-6 വട്ടം വിളിച്ചു നോക്കി, എന്നിട്ടും ഫോൺ എടുത്തില്ല. അങ്ങനെയൊക്കെ ഒന്ന് ഒരു മൗര്യ നിസ്കാരം കഴിഞ്ഞ് പിന്നെ കുറച്ച് പള്ളിയിൽ അവിടെ കുത്തിയിരുന്ന് പിന്നെയും നോക്കി, ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കും, എന്നിട്ടും എടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒന്ന് ഏകദേശം 8 മണിയായിട്ടുണ്ട്. 3 മണിക്കൂറോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത്. പിന്നെ അടയേച്ച് കുറച്ച് വിളിച്ചു, ഒരു 3 വട്ടമൊക്കെ പിന്നെയും വിളിച്ച്, എന്നിട്ടും തീരെ ഒരു റെസ്പോണ്ടും ഇല്ല. എനിക്കൊന്ന് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ പറഞ്ഞ്, അല്ല വിളിച്ചപ്പോൾ വേറെ ആരോ ഫോൺ എടുത്ത് പറഞ്ഞ് മൂപ്പര് പുറത്ത് എവിടെ പോയാണ്, കുറച്ച് എൻ്റെ വരുമെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ അവിടെ കാത്തു നിന്ന് അങ്ങനെയൊക്കെ ഒന്ന് ലാസ്റ്റ് ഒരു ഞാൻ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇനി നിൽക്കുന്നില്ല, ഞാൻ പോകാമെന്ന് വിചാരിച്ച് 10:30 ആയപ്പോൾ ഞാൻ വിളിച്ചു നോക്കി. അന്നപ്പോൾ ഫോൺ എടുത്തില്ല, തീരെ ഫോൺ എടുത്തില്ല. അന്നപ്പോൾ പിന്നെ എനിക്ക് വാശിയായി. ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ള ബേസിൽ ഞാൻ മൂപ്പരെ പോരൻ്റെ മുമ്പിൽ അവിടെ പോയിന്ന്, ഞാൻ ഇനി കണ്ടിട്ടേ പോകുന്നുള്ള ബേസിൽ. അങ്ങനെ അവിടെ നിന്നപ്പോൾ ഒന്ന് ഏകദേശം 10:30 ഉറക്കം വെക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ഇതില്ലേ മറ്റേ ബോളില്ലേ, മതിലില്ലേ തിണ്ടൊക്കെ അല്ലേ, തിണ്ട് അതുപോലെയൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങിയല്ലേ, ജസ്റ്റ് ഉറക്കം വരില്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് ഇതാക്കി പോകില്ലേ, എന്താ പറയുക, ഒന്ന് താങ്ങി പോകില്ലേ, അല്ല ഒന്ന് തൂങ്ങി ഉറക്കല്ലേ, അതുപോലെയൊക്കെ കുറേ നിന്ന്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലിതുണ്ട്, ഇയാളിത് എന്ത് മറ്റേ പരിപാടിയാണ് കാണിക്കുന്നതല്ല. പക്ഷേ ഒരാൾ എനിക്ക് പറ്റൂലെന്നോ അല്ലെങ്കിൽ അയാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നോ കണ്ടാൽ നമ്മളെ പെട്ടെന്ന് മാറിക്കൊടുക്കണം. നമ്മൾ പിന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു നമ്മളെ എന്താ പറയുക, സെൽഫ് റെസ്പെക്റ്റ് അത് തീരെ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ, പക്ഷേ അന്ന് ഞാനതൊന്നും നോക്കല്ല കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ഏകദേശം ഒരു 1 മണിയൊക്കെ ആയപ്പോൾ മൂപ്പര് വിളിച്ച്. ഞാൻ അതിന് മുമ്പ് 16 വിളി അങ്ങ് വിളിച്ചു കിട്ടും, എന്നിട്ടൊന്നും മൂപ്പര് ഫോൺ എടുത്തില്ല.
അങ്ങനെ മൂപ്പര് 1 മണിയൊക്കെ ആയപ്പോൾ മൂപ്പര് വിളിച്ച് മൂപ്പര് വീട്ടിലേക്ക് വരാൻ നേരം എന്നെ കണ്ടതിനെ കൊണ്ടാണ് വിളിച്ച് എന്നോട് പറഞ്ഞു വേഗം പോരെ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല പോലെ കണ്ടിട്ടേ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് പോരെ കയറിയില്ല, മൂപ്പര് വേറെ കേട്ടോ അങ്ങ് പോയി. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നെയും വിളിച്ച് അങ്ങനെ ഏകദേശം ഒരു 1:45 ആയപ്പോൾ ഞാൻ മൂപ്പരെ കണ്ട് ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ട് 3-4 ഡയലോഗിൽ എന്നോട് വീട്ടിൽ പോയിക്കോളാം എന്നുള്ള രീതിയിൽ സംസാരിച്ച്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 6 മണിക്കൂർ അങ്ങനെയും ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് 6 മണിക്കൂറല്ലല്ലോ 8 മണിക്കൂറുണ്ട് ശരിക്കും. 8 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഒരു കോപ്പ് നടന്നില്ല. എനിക്കാണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന നേരം അങ്ങനെ ചിലപ്പോൾ പേടിയാവുന്നുണ്ട്, എന്തെങ്കിലും മൃഗങ്ങൾ എന്തേ വന്ന് ചാമ്പിയാലോ. അപ്പോൾ എൻ്റെ മനസ്സിലെന്താ വെച്ചാൽ ആര് വന്നാലും അടിച്ച് കീറിക്കുകയാണ് ഞാൻ. അതുപോലെ പോലീസുകാർ വന്നാക്കി എന്താ പോയപ്പോൾ ഞാൻ കാര്യം പറയും, ഞാൻ അങ്ങനെ ഒരാൾ കാണാൻ വന്നാൽ കണ്ടിട്ടേ പോകുമെന്ന് അറിയും. പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു ഞാൻ എൻ്റെ അടുക്ക്. അപ്പോഴും ഞാൻ പറഞ്ഞ് ഓക്കെ ഞാൻ എന്തായാലും ഇയാൾ കണ്ടിട്ടേ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അന്നേക്കൊരു ധൈര്യം വന്നേക്കും, ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നല്ലോ നമ്മൾ, പിന്നെ എത്രയും എഫേർട്ട് എടുത്തിട്ടും ഒരു കാര്യം ഇല്ലാണ്ടായി പോയല്ലോ. അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ ഇതുപോലെ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ച്. അല്ലാതെ എൻ്റെ ഇതിന് മുമ്പുള്ള ട്രാവൽ കൂടുതലും ഞാൻ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യും. കാര്യം ഒന്നെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഈ ഡോർമെട്രിയോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എടുക്കും. ഡോർമെട്രി വലിയ ക്യാഷൊന്നും ആവില്ല, ഒരു 250 രൂപ അത്രയൊക്കെ ആവുന്നുള്ളൂ. പക്ഷെ എന്നിട്ട് പോലും ഈ സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്തത്. അത് അന്ന് എനിക്ക് കിട്ടിയൊരു ധൈര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ നടക്കുകയാണെങ്കിൽ ഓക്കെയാണ്. കേസ് അപ്പോൾ ചായ ഒന്നും കിട്ടിയില്ല, നിരാശനായി തിരിച്ചു വന്നു കേട്ടോ. അവിടെ എൻട്രി നോക്കാം. പിന്നെ എൻ്റെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടതിന് ഇവിടെ ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ടിക്കറ്റും എടുക്കണം. ടിക്കറ്റ് എയർ ഏഷ്യ ഓപ്പൺ ആയില്ല. എയർ ഏഷ്യ ഓപ്പൺ ആയെങ്കിൽ മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റൂ ഗൈസ്. അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് യാസീൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കംബോഡിയയിൽ കുറച്ചങ്ങനെ ഇഷ്യൂസ് ഉണ്ട് എയർപോർട്ടിൽ. ഏകദേശം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഇവർക്കൊരു ഇന്ത്യക്കാരെന്ന് പറഞ്ഞപ്പോൾ ഡോക്യുമെൻറ്റ്സ് മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ റിട്ടേൺ ടിക്കറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് കിട്ടോ. റിട്ടേൺ ടിക്കറ്റൊക്കെ അവർ കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. മറ്റേ ഇന്ത്യയിലൊക്കെ എപ്പോഴാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചു. ഹോട്ടൽ ബുക്കിംഗ് ഒന്നും ചോദിച്ചില്ല. പക്ഷേ ബാക്കിയുള്ള ഇത് ചെക്ക് ഇൻ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി സെക്യൂരിറ്റിയും ഇമിഗ്രേഷനും കഴിയാനുണ്ട്. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ള ആ നോക്കിയിട്ട് പറഞ്ഞു. പിന്നെ വലിയ സീനൊന്നുമില്ല, നമ്മൾ നിൽക്കും പോലെ ഉണ്ടാവും. ചിലപ്പോൾ ഒന്നും ചോദിക്കില്ല, ഒന്നും നോക്കിയില്ല. തായ്ലൻഡ് വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു, ഒന്നും ചോദിച്ചിട്ടുമില്ല, ഒന്നും നോക്കിയിട്ടുമില്ല. കുറേ റിട്ടേൺ ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് വെറുതെ എടുത്ത പോലെ. ഇനിയിപ്പോൾ മലേഷ്യയിൽ എത്തിയിട്ട് അവിടെ നോക്കണം, അവിടെ എന്താ പ്രശ്നം ഉണ്ടാവും. കഴിഞ്ഞു കേട്ടോ, ചെക്ക് ഇൻ കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു, അതുപോലെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതിലൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ഇമിഗ്രേഷൻ നല്ല സ്ട്രോങ് ആട്ടോ. അവർ നല്ലോണം എന്നോട് തട്ടിക്കൊണ്ട് ചോദിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും, എങ്ങോട്ടാണ് പോകുന്നത്, ഇനിയിപ്പോൾ മലേഷ്യ എത്തിയിട്ട് എന്താ പ്ലാന്, അങ്ങനത്തെ കാര്യം. എനിക്ക് ഒരു വട്ടം ഇത് ക്യാൻസൽ കിട്ടിയതും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത് പിന്നെ വലിയ പ്രശ്നമില്ല, അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഇതാക്കി. പിന്നെ ഇന്ത്യൻ സിറ്റിസൺ ആണ്, അത് അവർ മെയിനായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിട്ടേൺ ടിക്കറ്റ് അത് അവർ കറക്റ്റായിട്ട് നോക്കും. എൻ്റെ നോക്കിയിട്ടുണ്ട്. പക്ഷേ സെയിം ടൈമിൽ മലേഷ്യയിൽ നിന്ന് എനിക്ക് അടുത്തൊരു കൺട്രിയിലോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. കാര്യം എനിക്ക് ഇൻ്റർനാഷണൽ ബോർഡിംഗ് പാസ് തന്നെ സെൽഫായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ എന്തോ അത് പോസിബിൾ ആയില്ല. പോയി ഒന്ന് നിസ്കാരമൊക്കെ തീർത്തിട്ട് വരാം. സുബഹി കിട്ടിയിട്ടില്ല, ആ സമയത്ത് അതിൻ്റെ ഉള്ളിലായി പോയി. പിന്നെ ഇവിടെ ലോഞ്ചുണ്ട്. ലോഞ്ചിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. വേറെ രാജ്യമാണ്, ചിലപ്പോഴേ അക്സെപ്റ്റ് ചെയ്യും. എന്തായാലും നോക്കുക, കിട്ടിയാൽ ഇപ്പോൾ ലോഞ്ച് കിട്ടൂല കേട്ടോ. ലോഞ്ച് പ്രീമിയർ ലോഞ്ച് മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റ് അവിടെ എന്നെയും കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നല്ല ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെയൊക്കെ. പക്ഷേ ഓരോക്കെ ഇപ്പോൾ പോയി കയറും. നമുക്ക് എന്തായാലും ലാസ്റ്റ് പോവാം. ഇപ്പോഴേ പോയാൽ എന്തായാലും വരിയിൽ നിൽക്കേണ്ടി വരും. ഒരു ക്യൂ വരിയല്ല ക്യൂ. പിന്നെ ടിക്കറ്റ് വലിയ പൈസയൊന്നും ആയില്ല കേട്ടോ. ഏകദേശം ഒരു 6200 കംബോഡിയയിൽ നിന്ന് കൊലാലംപൂർ വരെ. അത് ബൈ റോഡ് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 3500 ഒതുങ്ങായിരുന്നു, നമ്മൾ ട്രെയിനൊക്കെ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു 2 hours കൊണ്ട് അവിടെ എത്തും. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങാനൊരു അരമണിക്കൂർ, പെട്ടെന്ന് തന്നെ പരിപാടി. ഇനി എൻ്റെ സമയം വെച്ചിട്ട് ഇമിഗ്രേഷൻ ഓഫീസർ അവിടെ പിടിച്ചു വെക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യയിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ് തന്നെ കേട്ടോ ഇവിടെ കൊടുത്ത്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശരിക്കും ആവശ്യമുണ്ട്. കാര്യം അവർ പെട്ടെന്ന് നിങ്ങളിപ്പോൾ അടുത്ത കൺട്രിയിലോട്ട് പോകാമെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ പറയുകയാണ്
മലേഷ്യ കഴിഞ്ഞിട്ട് സിംഗപ്പൂർ പോകും. സിംഗപ്പൂർ കഴിഞ്ഞിട്ട് പിന്നെ അവർ ചോദിക്കും പിന്നെ എങ്ങോട്ടാണ് പോവുക, ഇന്തോനേഷ്യയിൽ പിന്നെ എങ്ങോട്ടാണ് പോവുക. അങ്ങനെ അവർ ഓരോന്നും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കാര്യം നമുക്ക് സിംഗിൾ എൻട്രി വിസയാണ് ഇവിടേക്കൊക്കെ കിട്ടുന്നത്. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടാത്തിടത്തോളം കാലം നമ്മൾ പെട്ടെന്ന് ഇന്ത്യയിലോട്ട് തിരിച്ചു പോകുന്നുള്ളതിന് ഒരു പ്രൂഫ് നമ്മൾ എന്തായാലും കൊടുക്കണം. പിന്നെ കുറേ സംസാരിക്കുകയാണെങ്കിലൊക്കെ എന്തായാലും നമ്മളെ കയറ്റി വിടും. പക്ഷെ എന്നാലും ഒരു ഇടങ്ങേറാണ്, ചോറ പരിപാടിയാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാനാട്ടോ പോകുന്നത്. ഇങ്ങനെയാണെങ്കിലേ നമുക്ക് സുഖമായിട്ട് പോവാം, നല്ലോണം വീഡിയോ എടുക്കുക, കുറച്ച് പാടൊക്കെ ഉണ്ടാക്കി പോവാം. അല്ലാണ്ട് ഇപ്പോൾ മറ്റേലാണെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ കൂടെ അങ്ങനെ തിങ്ങി അങ്ങനെ അടുക്കേണ്ടി വരും. എന്തായാലും ഇനി മലേഷ്യ എത്തട്ടെ. മലേഷ്യ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്നെ അവിടെ ഇറക്കുമില്ല എന്നൊക്കെ. അത് മലേഷ്യ ഇറങ്ങാൻ പറ്റാത്ത രാജ്യമൊന്നുമല്ല കേട്ടോ, ഞാൻ ഒരുവട്ടം പോയതൊക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സമയം അറിയാലോ, എനിക്ക് കിട്ടുന്ന മൊത്തം, ഞാൻ തൊടുന്ന മൊത്തം പുള്ളി പോവാണ്, തൊടുന്നിടത്തൊക്കെ പുള്ളിയാണ്. Your seat number will be 15B here. ഞാൻ സെൻട്രലാട്ടോ 15B. പൈലറ്റിന് സ്ഥലം കുറവാട്ടോ. എയർ ഏഷ്യയിൽ പിന്നെ നോർമൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ, ബേസിക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ പച്ച വെള്ളം കിട്ടൂല. The mask over your nose and mouth with the headband tightly around your head and breathe normally. Place your own mask. പണ്ട് ഞാനിങ്ങനെ വിചാരിക്കലുണ്ടായിരുന്നു, ഇങ്ങനെ ഐസിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകുന്ന നേരം ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇതെങ്ങനെ മഴയാകുന്നതെന്ന് ഒരു പിടുത്തമില്ല എപ്പോഴും. ഇതിന് പിന്നെ കുറേ സീറ്റ് ബാക്കിയുണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങിയൊക്കെ പോവാം. പിന്നെ ഞാനിത് ആദ്യം വിചാരിച്ച് ചിലപ്പോൾ ഫെയർ കുറയുന്നതിനും ആദ്യം ഇതുണ്ടല്ലോ സീറ്റ് ഇങ്ങനെ ബാലൻസ് ആവുകയാണെങ്കിൽ ഇതിന് മുമ്പൊക്കെ ഒരു വട്ടം അങ്ങനെ കിട്ടിയിരിക്കും. പക്ഷേ ഇതെങ്ങനെ നോക്കിയിട്ട് ഒരു 5,000 6,000 ആ റേഞ്ചിൽ എന്തായാലും കോസ്റ്റ് വരും. ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 60 days നോക്കിയപ്പോഴും ആ ഒരു എമൗണ്ട് തന്നെയാണ് കാണിക്കുന്നത്. കംബോഡിയന്ന് കൊലാലംപൂർ ഗൈസ്, അങ്ങനെ കൊലാലംപൂർ എത്തിയിട്ടോ. ഞാൻ നല്ലോണം കിടന്നുറങ്ങി, അതിൻ്റെ ഒരു ഇത് പോയില്ല, എഫക്റ്റ് പോയില്ല. ഇനിയിപ്പോൾ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്താവും. നോർമലി ഇപ്പോൾ ഇന്ത്യൻസ് ഇന്ത്യയിൽ നിന്നല്ലാത്ത വേറെ എവിടെന്നെങ്കിലും വരികയാണെങ്കിൽ വലിയൊരു ചൊറ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി കുറേ കൺട്രീസ് അക്സെപ്റ്റ് ചെയ്താണല്ലോ നമ്മൾ ടൂർ പോകുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഏകദേശം ഇപ്പോൾ 8:30 ഉണ്ടാവും. അങ്ങനെ പറയുമ്പോൾ എത്ര സമയം വെക്കലാണ്? 2.5 മണിക്കൂർ വെഹിക്കലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവർ അത്യാവശ്യം നല്ലോണം ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, ഹോട്ടൽ ബുക്കിങ്ങും അതുപോലെ. എൻ്റെന്ന് കേട്ടോ, എല്ലാവർക്കും ആ ഒരു ഇത് വരണമെന്നില്ല. ഹോട്ടൽ ബുക്കിംഗ് ചെക്ക് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ടിക്കറ്റ് കറക്റ്റ് നോക്കുന്നുണ്ട്. പിന്നെ റിട്ടേൺ ടിക്കറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ 20 പറഞ്ഞു, 20,000 എൻ്റെ റിട്ടേൺ ടിക്കറ്റ്. അപ്പോൾ അത് അവർ കറക്റ്റ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്റ്റാമ്പിൻ്റെതായ. പിന്നെ ഗൈസ് ഇവിടെ 11 മണിയായിട്ടോ. ഈ കംബോഡിയനെ കമ്പയർ ചെയ്യുമ്പോൾ മലേഷ്യ 1 മണിക്കൂർ മുമ്പിലാണ്. ഇവിടുത്തെ എയർപോർട്ട് ഒരു മാളാട്ടോ ശരിക്കും, അത്യാവശ്യം നല്ല സെറ്റപ്പാണ് എല്ലോ. ഗൈസ് അപ്പോൾ ഒക്കെ മനസ്സിലായ എന്താ അറിയോ, ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് മലേഷ്യക്ക് വരികയാണെങ്കിലോ തായ്ലൻഡിലേക്ക് വരികയാണെങ്കിലോ വലിയൊരു പ്രശ്നം വരില്ല. എനിക്കും വലിയൊരു സീൻ ഉണ്ടായില്ല, നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കിട്ടും. പക്ഷേ അതുപോലെ തന്നെ ഹോങ്കോങ്ങിൽ പോവുകയാണെങ്കിലും കേട്ടോ. പക്ഷേ ഇന്ത്യൻസ് വേറെ കൺട്രിയിൽ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ അവരൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യും, അത്രയേ ഉള്ളൂ. നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യും. കേസ് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ് ത്രൂ നമുക്ക് ഇവിടേക്ക് പോവാം, സിറ്റി സെൻറ്ററിലേക്ക് പോവാം. അല്ലാണ്ട് ടാക്സി എടുക്കുകയാണെങ്കിൽ നല്ലൊരു പേയ്മെൻറ്റ് വരും. അതുകൊണ്ട് തൽക്കാലം ബസ് തന്നെ യൂസ് ചെയ്യാം. ലെവൽ 3-ലാണുള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും എയർപോർട്ടിൽ ഡയറക്റ്റ് വന്ന് ഇറങ്ങുന്ന നേരം നിങ്ങൾക്ക് ടാക്സി മാത്രമേ കാണാൻ പറ്റൂ. ടാക്സി എടുക്കുകയാണെങ്കിൽ ഈശ കയറും വരിക L1 കിട്ടോ ബസ്. പക്ഷേ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി. അതാണ് അടുങ്ങാറ്. ആൾക്കാർ ഇപ്പം വള്ളിയിലേക്ക് വന്ന് കുറച്ചൊന്നും ഇവിടെ കുത്തിരിക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കണം. നല്ലൊരു പെർസെൻറ്റേജ് ആൾക്കാരും ബസ് ടിക്കറ്റിന് വെയിറ്റ് ചെയ്യുക കേട്ടോ. സിറ്റിയിലേക്ക് ഇവിടുന്ന് ഏകദേശം 43 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് ടാക്സി വിളിച്ച് പോവുകയാണെങ്കിൽ അറിയാലോ എന്താ അവസ്ഥ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബസ് ടിക്കറ്റിന് ഭയങ്കര തിരക്കാണ്. അപ്പോൾ 1 മണിക്കൂർ വൈകിയാലും ആൾക്കാരാണ് പോകും. മെയിനായിട്ട് ഈ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിൽ. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഞാൻ അതിനെക്കൊണ്ട് പള്ളിയിലേക്ക് വന്നപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആരും ഇല്ല. പിന്നെ ഞാൻ ചാർജ് ചെയ്ത് നോക്കി, ചാർജ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ ഇവിടെ
എൻ്റെ ഇത് കയറൂല, ഈ സംഭവം കയറൂല. എന്നിട്ട് അവിടെ ഒരു ചെക്കൻ ഇരിക്കുന്നുണ്ടോ, ഞാൻ ഫോനോട് വാങ്ങിയതാണ് ചാർജർ. അപ്പോൾ ഇനി തൽക്കാലം നമുക്ക് ഈ ഫോൺ തന്നെ യൂസ് ചെയ്യാം, അൾട്ര കുറച്ച് നേരം മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൽ അത്യാവശ്യം ചാർജ് കയറിയതിന് ശേഷം പിന്നെ നമുക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതാക്കാൻ പറ്റൂ, ഐ മീൻ ലൊക്കേഷൻ നോക്കി പോകാൻ പറ്റൂ. കുറേ പോകാനുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി നോക്കാം കേട്ടോ, ഇപ്പോൾ കയറാൻ പറ്റുമോ നോക്കാം. A5 ആട്ടോ ബസ്സിൻ്റെ നെയിം. A10 ആണോ? A5 ഇവിടെ ഗൈസ്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ. ഞാനിപ്പോൾ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. എയർപോർട്ടിനകത്ത് ഇതിപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ വെറുതെ കയറി വരാൻ പറ്റൂല, ടിക്കറ്റ് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ കയറാൻ പറ്റൂ. അപ്പോൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ A5 ആണ്. പിന്നെ ഇത് നമ്മുടെ കാലിക്കറ്റൊക്കെ ഉള്ള പോലെ തന്നെ ഇടങ്ങേറാണ്. എയർപോർട്ട് ഏതോ ഒരു കാട്ടുമൂലയിലുള്ളത്. അവിടെ നമ്മൾ സിറ്റിയിലേക്ക് ഇനി പോകണമെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണം. അതിപ്പോൾ തിരക്കുള്ളവരൊക്കെ കൂടുതലും ടാക്സി എടുത്ത് അങ്ങ് പോവുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ. ട്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ ബസ്സുണ്ട്, ഇതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ് ഉണ്ട്. ബസ്സിന് ഒരു 17 റിങ്കറ്റ് മതി ട്രാൻസാക്ഷൻ ഫീ അടക്കം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു എത്ര വരും, 300 രൂപയാണ് വരിക. സെയിം ടൈമിൽ ട്രെയിനാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 46 മലേഷ്യൻ റിങ്കറ്റ് വരും. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 750-800 രൂപയുടെ അടുത്ത് വരും. ഞാൻ പിന്നെ ഹോസ്റ്റൽ ബുക്ക് ചെയ്ത് കിട്ടോ. ഞാനിപ്പോൾ ഇമിഗ്രേഷനിൽ കാണിച്ച ഹോസ്റ്റലല്ല താമസിക്കുന്നത്, വേറൊരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തില്ല, ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത്. അപ്പോൾ ഞാൻ നേരെ ആ ഹോസ്റ്റലിൽ കയറി ചെന്നിട്ട് അങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അവിടെ ഏകദേശം $3 ഉള്ളൂ കേട്ടോ ഒരു ദിവസത്തേക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 240 രൂപ ആ ഒരു റേഞ്ചിലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ താമസിക്കാൻ നോക്കുന്നത്. പിന്നെ ഞാൻ എന്തായാലും മലേഷ്യയിൽ ഇനി 2-3 ദിവസം മാത്രമേ നിൽക്കൂ. അപ്പോഴത്തേക്ക് ഞാൻ ഒന്നുകിൽ ഇന്തോനേഷ്യക്ക് പോകും അല്ലെങ്കിൽ സിംഗപ്പൂരേക്ക് പോകും. അതാണ് ഇപ്പോൾ എൻ്റെ പ്ലാന്. കാര്യം ഇനി അങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലാതെ എനിക്ക് എന്തോ ഇവിടെ മലേഷ്യ അത്ര നിൽക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ബസ്സിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ബസ് പോയോ ഇല്ലേ എന്നുള്ള അങ്ങനത്തെ സംശയമൊന്നും വേണമെന്നില്ല. കറക്റ്റ് എനിക്ക് ഇതുവരെ സംശയമായിരുന്നു ബസ് പോവോ അതോ മാറിപ്പോവോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഇതാട്ടോ ബസ് കാണാൻ എത്ര വലിയ മനയൊന്നുമില്ല, എന്നാലും ഏകദേശമൊക്കെ ഓക്കെയാണ്. നമുക്ക് ചുരുങ്ങിയ ചിലവിൽ അവിടെ എത്തിയാൽ പോരെ. അങ്ങനെ KL സെൻറ്റർ എത്തിയിട്ടോ. ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. പിന്നെ വേറൊരു കാര്യമേ, എൻ്റെ സിമ്മ് തീരെ വർക്കാവുന്നില്ല, നെറ്റ് കിട്ടുന്നില്ല തീരെ. എന്താണെന്ന് കറക്റ്റ് പോയി നോക്കണം. പിന്നെ വേറെ കാര്യമുള്ളത്, ഇതിൽ ഹോസ്റ്റലിൽ ഇതുവരെ എയർപോർട്ടിൻ്റെ ലുക്ക് ഉണ്ട് കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ. പിന്നെ ആൾക്കാർ കൂടി നല്ലോണം, ഗവൺമെൻറ് നല്ലൊരു ക്യാഷ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇനി മെട്രോയിൽ റൂമിലേക്ക് പോവാം കേട്ടോ, ഹോസ്റ്റലിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതിൽ എൻ്റെ വൈഫൈയിൽ എടുത്ത സിമ്മിലെ റേഞ്ച് കിട്ടുന്നില്ല തീരെ. ഞാൻ എന്നിട്ട് അവിടെ ഒരു ഷോപ്പിൽ കയറി അവരോട് വൈഫൈ വാങ്ങിയതാണ്. വൈഫൈ വാങ്ങിയിട്ട് ഇപ്പോൾ ലൊക്കേഷൻ ഇങ്ങനെ അടിച്ച് വെച്ചിട്ട് ഇതിനി നെറ്റില്ലെങ്കിൽ ഇങ്ങനെ വർക്കാവും. എന്നിട്ടിപ്പോൾ നമ്മൾ ജസ്റ്റ് കൊച്ചിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നോർമലായിട്ട് ടിക്കറ്റ് യൂസ് ചെയ്യുക, എന്നിട്ട് കയറി പോകാൻ പറ്റും.